Hello all, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് autonomic nervous system. Coming to autonomic nervous system, we have two divisions, sympathetic system, parasympathetic system. ഈ പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്താ പറയുക, പാരാസിമ്പത്തോമൈമെറ്റിക്സ്, ഓൾസോ നോൺ ആസ് കോളിനർജിക് ഏജൻസ്. ഈ കോളിനർജിക് ഏജൻസ് ആക്ട് ഓൺ കോളിനർജിക് റിസപ്റ്റേഴ്സ്. കമ്മിങ് ടു കോളിനർജിക് റിസപ്റ്റേഴ്സ്, വി ഹാവ് ടു കൈൻഡ്സ് ഓഫ് റിസപ്റ്റേഴ്സ്, മസ്കാരിനിക് ആസ് വെൽ ആസ് നിക്കോട്ടിനിക്. മസ്കാരിനിക്കിൽ തന്നെ M1 and M2, M3, M4, M5 are the muscarinic receptors, and nicotinic comprises of NM and NN. And ഇനി നമ്മൾ ഓരോ റിസപ്റ്റേഴ്സിൻ്റെ ലൊക്കേഷനാണ് നോക്കുന്നത്. M1 എവിടെയാണ്? M1 ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റൊമക്കിലാണ്. ദാറ്റ് കോസസ്, ഇത് പാരസിമ്പത്തറ്റിക് മീൻസ് സെക്രീഷൻസ് ആണ് കൂട്ടുന്നത്. എവിടെ ഏത് ലൊക്കേഷനിലായിരുന്നും അവരുടെ സെക്രീറ്ററി എഫക്റ്റ് ആണ്. അപ്പോൾ സ്റ്റൊമക്കിലാവുമ്പോൾ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ഉണ്ട്, ഇൻക്രീസ് ഓഫ് സെക്രീഷൻ ഓഫ് ഗ്യാസ്ട്രിക് ആസിഡ്. M2 കമ്മിങ് ടു M2, അതെവിടെയുള്ളത്? ഹാർട്ടിലാണുള്ളത്. ഇവിടെ മെക്കാനിസം ആക്ഷൻ പറയുന്നത് ഡിക്രീസസ് സൈക്ലിക് AMP ആൻഡ് ഓപ്പണിംഗ് ഓഫ് പൊട്ടാഷ്യം ചാനൽസ്. ദാറ്റ് കോസസ് പാരസിമ്പത്തോമൈമെറ്റിക്സ് അല്ലേ, അപ്പോൾ എന്തായിരിക്കും? ഡിക്രീസസ് ഹാർട്ട് റേറ്റ് ആൻഡ് ഡിക്രീസസ് ദ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ. കമ്മിങ് ടു M3, ഇത് മെയിൻലി സ്മൂത്ത് മസിൽസ്, എക്സോക്രൈൻ ഗ്ലാൻസ് ആൻഡ് എൻഡോത്തീലിയൽ സെൽസ്. ബാക്കി എല്ലാ ഓർഗൻസിലും അവിടെയുള്ള എല്ലാ ഇതും പറയാം. ഐസിലാണെങ്കിൽ ഇൻക്രീസസ് ദ ലാക്രിമേഷൻ, പിന്നെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനിലാണെങ്കിൽ ഇൻക്രീസസ് ദ ഗ്യാസ്ട്രിക് സെക്രീഷൻ. യൂറിനറി ബ്ലാഡറിൽ കോൺട്രാക്ഷൻ, അങ്ങനെ കോൺട്രാക്ഷൻ ഓഫ് ദ യൂറിനറി ബ്ലാഡർ മസിൽസ് ആൻഡ് കറസ്പോണ്ടിങ് റിലാക്സേഷൻ ഓഫ് സ്പിങ്ക്ടർ മസിൽസ് കോസസ് യൂറിനേഷൻ. പിന്നെ ബ്രോങ്കസിൽ വരികയാണെങ്കിൽ ഇൻക്രീസ് മറ്റ് ബ്രോങ്കോ സെക്രീഷൻ, ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ആണ് മെയിൻലി വരുന്നത്. പിന്നെ M4 M5 എവിടെയാണ് ലൊക്കേഷൻ പറഞ്ഞാൽ CNS. പിന്നെ ജസ്റ്റ് ഒരു ഡയഗ്രാം കണ്ട ഇതിൽ M1 M3 M5 ഇതൊക്കെ മോൾ സൈഡിൽ, ദാറ്റ് കോസസ് എക്സൈറ്റേറ്ററി റെസ്പോൺസ്, വേറാസ് M2 ആൻഡ് M4 കോസസ് ഇൻഹിബിറ്ററി റെസ്പോൺസ് ഇൻ CNS. ഇനി കമ്മിങ് ടു നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ്, വി ഹാവ് NM and NM like NMJ, that is the site, neuromuscular junction, and NN in നമ്മുടെ adrenal medulla, CNS, autonomic ganglia എല്ലാണ് ഉള്ളത്. Then talking about adverse reactions, don't need to study this mnemonic, just study the mechanism. It increases the secretions, no? So salivation, lacrimation, urination, diarrhea. Then it increases the contraction, so cramps will occur. Then emesis. In eye, it causes meiosis, contraction. So that's all. Thank you.